നീറ്റ് എക്സാമിനേഷൻ വഴി ഒരു MBBS സീറ്റ് ഉറപ്പാക്കണം എങ്കിൽ നമ്മളൊരു കട്ട് ഓഫ് സെറ്റ് ചെയ്യണം. മുൻ വർഷങ്ങളിലെ പരീക്ഷയുടെ മാർക്കും ഈ വർഷത്തെ എക്സാമിനേഷൻ പാറ്റേണിൻ്റെ ഒരു സാധ്യതയും വെച്ച് ഒന്ന് അനലൈസ് ചെയ്താൽ ഈ വർഷം എത്ര മാർക്കൊക്കെ ഉള്ളവർക്ക് ഒരു നീറ്റ് എക്സാമിനേഷൻ വഴി ഒരു MBBS നമുക്ക് ഉറപ്പാക്കാം. നമുക്കറിയാം 720-ലാണ് എക്സാമിനേഷൻ നടക്കുന്നതെങ്കിൽ ഒരു ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളായ എയിംസ്, AFMC, ജിപ്മർ ഇതുപോലുള്ള ക്യാമ്പസുകളിലൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഒരു 650 എബോവ് മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണം. ഒരു പ്യൂർ ഗവൺമെൻറ് സീറ്റാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു 600 എബോവ് നമ്മൾ ടാർഗറ്റ് ഉണ്ടാവണം. അല്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ നേടിയാൽ മതി എങ്കിൽ ഒരു 550 എബോവ് മാർക്ക് ടാർഗറ്റ് വെച്ച് നമ്മൾ മുന്നോട്ട് പോകാം. കഴിഞ്ഞ വർഷത്തെ മാർക്ക് നോക്കിയാൽ 560 വരെ ഉള്ളവർക്കാണ് ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണോ നമ്മുടെ ടാർഗറ്റ് എങ്കിൽ 500 എബോവ് മാർക്ക്, 500 to 550 മാർക്ക് ഉണ്ടെങ്കിൽ ഒരു MBBS സീറ്റ് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി MBBS തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ അതർ സ്റ്റേറ്റിലും ഞാൻ പഠിക്കുമെന്ന് തീരുമാനിച്ചാൽ ഒരു 400 എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റിനെയും 15% സീറ്റ് നമുക്കും എലിജിബിൾ ആയിട്ടുള്ളതാണ്. ആ സീറ്റുകളിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി ഒരു ഡീംഡ് മെഡിക്കൽ കോളേജുകളോ NRI സീറ്റുകളോ ഒക്കെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടിയാൽ മതിയെങ്കിൽ ഒരു 300 എബോവ് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്കും MBBSന്റെ സീറ്റിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇനി ഇതൊക്കെയാണ് മാർക്കെങ്കിലും ഇതൊരു കട്ട് ഓഫ് മാർക്ക് എന്നുള്ള രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം എക്സാമിനേഷൻസിന്റെ ഡിഫിക്കൽട്ടി ലെവൽ ഓരോ വർഷവും ചേഞ്ച് ആവാം. സിമ്പിൾ എക്സാമിനേഷൻ ആയാൽ മാർക്ക് ഉയരും, പരീക്ഷ ടഫ് ആയാൽ മാർക്ക് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നന്നായി പഠിക്കുക, മോഡൽ എക്സാമിനേഷൻ എഴുതുക, 720-ൽ 720 ടാർഗറ്റ് ഇട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ഇതൊരു മൈൻഡ് സെറ്റായി കീപ്പ് ചെയ്തുകൊണ്ട് പഠിക്കുന്നവർക്ക് ഏറ്റവും നല്ല റാങ്കിലേക്ക് എത്താനും ഏറ്റവും മികച്ച ക്യാമ്പസുകൾ നേടാനും സാധിക്കും. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.